ശ്രീലക്ഷ്മി ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് 8 വർഷവും നിങ്ങൾ കാത്തിരുന്നത്. അപ്പോൾ ഈ ഒരു നിമിഷത്തെ എങ്ങനെയാണ് കാണുന്നത്? അതെ, വളരെ സന്തോഷമാണ്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വിവാഹത്തിൽ ഏറ്റവും ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് കാണുന്ന ഒരു മതത്തിന്റെ അടിസ്ഥാനമില്ലാതെ നമ്മൾ സ്നേഹത്തിന് വാല്യൂ കൊടുത്തിട്ട് സോ അത് തന്നെയാണ് ഞങ്ങൾ ഇതിൽ ഏറ്റവും വലിയ കാര്യമായിട്ട് കാണുന്നത്. കൂടാതെ കുറച്ചൊക്കെ എതിർപ്പ് ആദ്യം ഫാമിലീസൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. ശ്രീലക്ഷ്മിയുടെ പാരൻസ് ആയിരുന്നാലും എൻ്റെ പാരൻസ് ആയിരുന്നാലും റിലേറ്റീവ്സ് ആയിരുന്നാലും എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു നമ്മുടെ കല്യാണം. സോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ 7-8 മാസമായി. ഇതിനുശേഷം അതങ്ങ് ഫിക്സ് ചെയ്ത് നടത്താൻ തീരുമാനിച്ചു. പ്രണയത്തിന് കാസ്റ്റ് നമ്മുടെ സൊസൈറ്റി അനുസരിച്ച് എന്തായാലും ഒരു തടസ്സമാവും. പക്ഷേ നമ്മൾ കൺവിൻസ് ചെയ്തെടുത്താൽ അതെപ്പോഴും ഒരു വിജയമായി തന്നെ തീരുമെന്നാണ് എനിക്ക് പറയാറുള്ളത്. കുറച്ച് പറയും. അത് ആൺകുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ ഏകദേശം ഓക്കെ. പെൺകുട്ടികളുടെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കിനും അത് എന്തെങ്കിലും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ശ്രീലക്ഷ്മി എങ്ങനെയായിരുന്നു അതിനെ കണ്ടത്? ആദ്യം പഠിക്കുന്ന ടൈമിൽ വീട്ടുകാർക്ക് ഒരു ചെറിയ ഇഷ്ടക്കുറവൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെയാണ് പോയത്. പിന്നെ ഇപ്പം ലവ് മാരേജ് അത് 2 പാരൻസും സമ്മതിച്ച് നടക്കുമ്പോൾ അത് ഇരട്ടി മധുരമാണ്. അതെ, അവര് 2 ഫാമിലിയും മനസ്സ് നിറഞ്ഞാണ് ഇതിന്. കുറച്ച് എതിർപ്പൊക്കെ ഉണ്ടെങ്കിലും ലാസ്റ്റ് മനസ്സ് നിറഞ്ഞ് അവര് സമ്മതിച്ചതാണ്. അപ്പൊ അത് ഭയങ്കര സ്പെഷ്യലാണ്. നിങ്ങൾ നേരത്തെ തീരുമാനിച്ചിരുന്നോ പാരന്റ്സിന്റെ സമ്മതത്തോടെ മാത്രമേ ഒരു മാരേജ് ഉണ്ടായിരിക്കുള്ളൂ? അതെ, ഞങ്ങള് പാരന്റ്സ് കൺവിൻസ് ചെയ്യിക്കുന്നു ഞങ്ങൾക്ക് നല്ലൊരു ഉറപ്പുണ്ടായിരുന്നു. സോ ഞങ്ങള് അതിന് വേണ്ടി തന്നെയാണ് വെയിറ്റ് ചെയ്ത്. പിന്നെ അവൻ വീട്ടിൽ പ്രസന്റ് ചെയ്തു, ഞാൻ എൻ്റെ വീട്ടിൽ പ്രസന്റ് ചെയ്തു. ആദ്യം എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ എല്ലാം അവർ മനസ്സ് നിറഞ്ഞ് തന്നെ അനുഗ്രഹിച്ച് തന്നെയാണ് കല്യാണം കഴിക്കുന്നത്. സോ കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ കുറച്ച് ഏർലി ഏജിലാണ് നമ്മൾ കല്യാണം കഴിക്കുന്നത്. സോ അതിൻ്റെതായിട്ടുള്ള കുറച്ച് പോരായ്മകളും കാര്യങ്ങളൊക്കെ കാണും. 25. അതെ, പ്രണയം തുടങ്ങിയിട്ട് എത്ര വയസ്സിലാണ് തുടങ്ങിയത്? 25 ആണ്. രണ്ടാൾക്കും 25 സെയിം പ്രൈസ്. അല്ല, 8 വർഷമായെന്ന് പറഞ്ഞില്ലേ? അതെ, 8 വർഷം. തുടങ്ങിയത് ഞങ്ങള് സത്യം പറഞ്ഞാല് +2 പഠിക്കുമ്പോൾ ഞാനൊരു ട്യൂഷൻ ക്ലാസ്സിൽ പോയതാണ്. അവിടെ വെച്ചാൽ ശ്രീലക്ഷ്മിയെ കണ്ടുമുട്ടിയത്. സോ അതിനുശേഷം രണ്ടുപേരും കണ്ടു. ശ്രീലക്ഷ്മി തന്നെയാണ് ഫസ്റ്റ് ക്രഷും ഫസ്റ്റ് ലവും? അതെ, എനിക്ക് ശ്രീലക്ഷ്മി തന്നെയാണ്. ഇരട്ടി മധുരം. അതെ, ഇരട്ടി മധുരം. പ്രേമിക്കുന്ന ആളെ തന്നെ വിവാഹം കഴിക്കുന്നത്, അതെ, കല്യാണം കഴിക്കുന്ന പറയുന്നത് ഭയങ്കര മഹത്തരമായിട്ടുള്ള കാര്യമല്ലേ. അപ്പോൾ നമ്മൾ ആ ഒരു ജേണി, അതായത് ഒരിടത്തും ബ്രേക്ക് ആയി പോയില്ല, കണ്ടിന്യൂസ്. ബ്രേക്കപ്പ് പറഞ്ഞിട്ടുണ്ടോ? അല്ല, മീൻസ് അത് കുറച്ച് നേരത്തേക്ക് കൂടിപ്പോലെ ഒരു ദിവസം അതിന് മുമ്പ് ഒരാൾ തന്നെ അതിന് എടുത്തിട്ട്. എന്ത് മെസ്സേജാണ് കൊടുക്കാനുള്ളത്? അങ്ങനെയാണോ ഒരു ദിവസം പിണക്കം മാറ്റണം? അങ്ങനെയാണോ? അതെ, ഉറപ്പായിട്ടും. ആരായിരിക്കും ഫസ്റ്റ് അതിനെ ഒരു ഇനിഷ്യേറ്റ് എടുക്കുന്നത്? ഭയങ്കര വാശിക്കാരിയാണ്. ഇഷ്ടമുള്ളവരടുത്തല്ലേ വാശി കാണിക്കാൻ പറ്റുള്ളൂ. ചെറുതായിട്ട് വാശി കാണിച്ചിരിക്കും, പുള്ളി തന്നെ വന്ന് എല്ലാം. പിന്നെ അങ്ങോട്ടും അതെ, ഒരു ദിവസം പോവാറില്ല ഞങ്ങൾക്ക്, ഒരു ദിവസം പോവില്ല. ശ്രീലക്ഷ്മിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്വാളിറ്റി എന്താണ്? ക്വാളിറ്റി പുള്ളി ഓണസ്റ്റ് ആണ്. അത് തന്നെയാണ് ശ്രീലക്ഷ്മി പോസിറ്റീവ് ഫാക്ടറായിട്ട് ഞാൻ. ഉറപ്പായിട്ടും ശ്രീലക്ഷ്മിയുടെ സിനിമ ഒരിക്കലും ഒരു തടസ്സമില്ല. അതിപ്പം ഫാമിലി ആയാലും ബാക്കിയുള്ളവർ, ഞാൻ എൻ്റെ പേഴ്സണൽ ഡിസിഷൻ ആയാലും അതിനൊന്നും ഒരു തടസ്സമില്ല. ശ്രീലക്ഷ്മിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അഭിനയം തരാം. അത് ഞാനെന്തായാലും ഒരു കാരണമാണ്. സീരിയലാണ് റീസെൻ്റ്ലി ചെയ്യുന്നത്. അപ്പം അതുമായിട്ട് ഓണായിട്ട് പോകും.